പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു മാത്തമാറ്റിക്സ് ക്ലാസ്. ഒരു ചോദ്യം ഇവിടെ എഴുതിയിരിക്കുന്നു. 2 + 3 × 4 - 6 / 3. ഇതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഒരു പക്ഷെ എങ്ങനെ ചിന്തിച്ചേക്കാം, 2 + 3 5, 5 × 4 20, 20 6 കുറച്ചാൽ 14, 14 / 3. 14നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും അതിന്റെ ആൻസർ എന്നായിരിക്കും ഒരു പക്ഷേ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് ആ രീതിയിലല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ ഓരോ യൂണിറ്റുകളായിട്ട് കാണുകയാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലാത്തത് ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു 2 കിടക്കുന്നുണ്ട് അല്ലെ? 2+. ഇനി എന്ത് ചെയ്യണം? ഇത് ഒരു യൂണിറ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം വരുന്നതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആ സംഖ്യകൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ 3 × 4 എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. 3 4 എത്രയാണ്? 12 ആണ്. മൈനസ് ഇനി 6/3. ഇവിടെ വേണ്ട ഒരു ഡിവിഷന്റെ ചിഹ്നം കിടക്കുന്നുണ്ട്, ഹരണത്തിന്റെ ചിഹ്നം കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 6/3 എന്ന് പറയുന്നത് മറ്റൊരു യൂണിറ്റ് ആണ്. 6/3 എന്ന് പറഞ്ഞത് മറ്റൊരു യൂണിറ്റ് ആണ്. 6/3 എത്രയാണ്? 2 ആണ് അല്ലെ? 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 ആണ്. ഈ രൂപത്തിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി നമുക്ക് സാധാരണ പോലെ ചെയ്യാം. 2 + 12 14, 14ന്ന് 2 കുറച്ചാൽ എത്രയാണ്? 12. ഇതാണ് ഇതിന്റെ ആൻസർ. മറ്റൊരു ചോദ്യം. 5 + 3² × 2 + 4² / 8. ഇതെങ്ങനെ ചെയ്യും? ഇതും നേരത്തെ പോലെ തന്നെ ഇവിടെയും നമ്മൾ ഇൻറ്റു വരുമ്പോഴും ഡിവൈഡഡ് ബൈ വരുമ്പോഴും അവയെ നമ്മൾ ഓരോ യൂണിറ്റുകളായി കാണുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3² × 2 എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 9 × 2 ആണ്. അല്ലാതെ 3 × 2ന്റെ സ്ക്വയർ കാണരുത്. അപ്പോൾ എന്താ ചെയ്യുക? 3² × 2 9 × 2 എന്ന് തന്നെ നമ്മൾ കാണണം. അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്താ വരിക? 5 + 3² എന്ന് പറഞ്ഞാൽ 9, 9 × 2 18 പ്ലസ് 4. ഇനി ഇവിടെ ഡിവൈഡഡ് ബൈയുടെ ചിഹ്നം വരുന്നുണ്ട്. അപ്പൊ 4² എത്രയാണ്? 4ന്റെ സ്ക്വയർ 16, 16. 16/8 എത്രയാണ് വരിക? 2. 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് അവസാനം 5 + 18 + 2. 5ഉം 18ഉം 23, 2ഉം 25 എന്ന് ആൻസർ കിട്ടുന്നു. ഇനി പെർസെന്റേജുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്ക് നോക്കാം. നമുക്ക് 1250ന്റെ 2% കാണണം. എങ്ങനെ കാണും? വാട്ട് ഈസ് 2% of 1250? ഇതാണ് ചോദ്യം. ഇതുപോലെ ചോദ്യം വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇതിന്റെ 1% എത്രയാണ് എന്ന് കാണുകയാണ്. എങ്ങനെയാണ് ഒരു സംഖ്യയുടെ 1% കാണുക? 1% എന്ന് പറഞ്ഞാൽ 100 അതായത് ആ സംഖ്യയെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഏതൊരു സംഖ്യയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ആൻസർ കിട്ടും? അവസാനത്ത് നിന്ന് 2 സ്ഥാനം മാറ്റി കുത്തുക. അപ്പൊ 12.50 എന്ന് കിട്ടും. എന്താ വരിക? 12.50. അവസാനം 0 ആയതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കുന്നു. അപ്പൊ 12.5 എന്ന് കിട്ടുന്നു. അത് എത്രയാണ്? 1% അല്ലെ? 1% ഓഫ് 1250 ആണ് എന്ന് പറയുന്നത് 12.5 എന്ന് കിട്ടുന്നത്. ഇനി നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2% എത്രയാണ് എന്നാണ്. 1% 12.5 ആണെങ്കിൽ 12.5 ആണെങ്കിൽ 2% എത്രയായിരിക്കും? ആ 12.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? അപ്പൊ 2% ഓഫ് 1250 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 12.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടി എത്രയാണോ അത് കാണുക. 12.5യുടെ ഇരട്ടി എത്രയാണ്? 25 ആണ്. അപ്പൊ
1250ന്റെ 2% എന്ന് പറയുന്നത് എത്രയാണ്? 25ആണ്. 2425ന്റെ 8% കാണണമെന്ന് കരുതുക. എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 1% എത്രയാണെന്ന് കാണുക. അത് എത്രയാണ്? 24.25 അല്ലെ? 2 സ്ഥാനം മാറ്റി കൊടുത്തിട്ടു 24.25 കിട്ടുന്നു. അപ്പോ 8% എത്രയായിരിക്കും? ഈ 24.25നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 8 40, 16 4 20, ബാക്കി 2 4 32, 34, ബാക്കി 3 2 16 3 19. അപ്പൊ എത്ര കിട്ടുന്നു? 194 എന്ന് കിട്ടുന്നു. അപ്പൊ 2425ന്റെ 8% എത്രയാണ്? 194ആണ്. ഇനി ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. 5 അവസാനിക്കുന്ന ഒരു സംഖ്യ ഏതാവട്ടെ, ഞാനിപ്പോ ആദ്യം 15 എന്നെഴുതുന്നു. 15ന്റെ സ്ക്വയർ എങ്ങനെ കാണും? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 15നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ സ്ക്വയർ കിട്ടുന്നത്. അപ്പൊ 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ഇൻറ്റു 15 ആണ് അല്ലെ? അപ്പൊ 15 എത്രയാണ്? ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 അവസാനിക്കുന്ന ഏതു സംഖ്യയുടെയും സ്ക്വയർ കാണുമ്പോൾ അതിന്റെ അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് 25 ആയിരിക്കും. എന്താണ്? 5 അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കമുള്ള സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 ആയിരിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യത്തെ അക്കം എടുക്കാം. എത്രയാണ്? 1 ആണ്. ആ 1ന്റെ കൂടെ അതിന്റെ തൊട്ടടുത്ത സംഖ്യ, 1ന്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? തൊട്ട് മുകളിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ? 1ന്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ 2. അപ്പൊ എന്നിട്ട് ആ 1ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 2. അപ്പൊ എത്ര കിട്ടും? 225 എന്ന് കിട്ടും. അപ്പൊ 15ന്റെ സ്ക്വയർ എത്രയാണ്? 225 ആണ്. 45ന്റെ സ്ക്വയർ ആണെങ്കിലോ അവസാനത്തെ 2 അക്കം ഏതാണ്? 25 ആണ്. ആദ്യത്തെ അക്കം ഏതാണ്? 4 ആണ്. 4ന്റെ തൊട്ട് മുകളിലുള്ളത് 5. 4 ഇൻറ്റു 5 20. 2025 എന്ന് കിട്ടുന്നു. 75ന്റേതാണെങ്കിലോ അപ്പൊ 25 ഇവിടെ കിട്ടുന്നു. 7ന്റെ തൊട്ടടുത്തുള്ളത് 8 7 56 5625 എന്ന് കിട്ടുന്നു. 105ന്റെ സ്ക്വയർ ആണെങ്കിലോ എന്ത് ചെയ്യാം? ഇവിടെ 10 ആണ് അല്ലെ? 5ന് മുമ്പുള്ളതാണ് 10. 10ന്റെ തൊട്ടടുത്തുള്ളത് 11. 10 ഇൻറ്റു 11 എത്രയാണ്? 110. പിന്നെ അവസാനം എന്താണ്? 25. 11,025 എന്ന് കിട്ടുന്നു. 95ന്റേതാണെങ്കിലോ 9ന്റെ തൊട്ടടുത്തുള്ളത് 10. 9 ഇൻറ്റു 10 90. പിന്നെ 25. 9025 എന്ന് കിട്ടുന്നു. ഇങ്ങനെ 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം സ്ക്വയർ നമുക്ക് വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.